കുടജാദ്രിയിലെ രാത്രികൾക്ക് വളരെ പ്രത്യേകത ഉണ്ട്. അവിടുത്തെ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. അസാധാരണമായ തണുപ്പ് എന്ന് പറയാൻ കഴിയില്ല. കോട വന്ന് മൂടുമ്പോൾ ആ പർവ്വതവും മൂകാംബിക എന്നുള്ള പ്രദേശവും എല്ലാം കൂടി കോടയിൽ മൂടും. അടുത്തുള്ള ആളെ പോലും അന്ന് കാണാനായിട്ട് കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യകാലത്ത്, ഇത്രയും കാലം മുമ്പ് കൊടജാദ്രി പോരുന്ന കാലത്ത്, ഞാൻ കോഴിക്കോട്ട് റോഡമണ്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് പട്ടത്ത് റോഡമണ്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. പട്ടത്ത് ജോലിയിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വാസന ഇതിലേക്കൊക്കെ ആയതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കാണാനും വരാനും ലീവ് എടുത്താണ് വന്നിരുന്നത്. പിന്നീട് ഞാൻ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ ജീവിതവും യാത്രയിലേക്ക് മാറ്റി. കൊടജാദ്രി സാനുക്കളിലൂടെ എഴുതുമ്പോൾ അവിടെ താമസിച്ചു എഴുതുമ്പോൾ ഇഷ്ടം പോലെ എഴുതാൻ കഴിയും. കുറച്ചൊന്നല്ല, എവിടുന്നൊരു എനർജി കിട്ടുക. അല്ലാതെ ഇരുന്നിട്ട് കുറവശം എഴുതുക, പിന്നെ നാളെ രാവിലെ അല്ല, ഒറ്റ ഇരിപ്പിൽ ധാരാളം എഴുതാൻ കഴിയുന്ന രീതിയിൽ ഓക്സിജൻ നമുക്ക് കിട്ടും. ചുറ്റുവട്ടത്തു നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ സകല വൃക്ഷങ്ങളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്, ജീവജാലങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. മൂകാംബിക ദേവിയുടെ എനർജി ആ തട്ടകം 18 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ പ്രദേശം തന്നെ കോലാപുരമാണ്. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ ബൈന്ദൂരിന്റെ പേര് മാറ്റി മൂകാംബിക റോഡ് എന്നാക്കിയിട്ടുണ്ട്. ബൈന്ദൂർ എന്ന പേര് വരാൻ തന്നെ കാരണം ബിന്ദുവിന്റെ ഊര് എന്നാണ്. അവിടെ ബിന്ദു എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ സ്ഥലമാണ്. ബിന്ദു. അവിടുന്ന് 30 കിലോമീറ്റർ വനത്തിലൂടെ വരണം മൂകാംബികയ്ക്ക്. ഇപ്പോഴും എനിക്കൊരു സ്വഭാവമുണ്ട് വളരെ ദൂരം വനത്തിലൂടെ നടക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു 14 കിലോമീറ്റർ അധികം നടക്കാൻ വയ്യ. കാരണം തിരുവണ്ണാമല ഗിരിവലമൊക്കെ 14 കിലോമീറ്ററാണ്. അപ്പോൾ 14 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ക്ഷീണിക്കും. ബൈന്ദൂരിൽ നിന്ന് 30 കിലോമീറ്റർ ഉണ്ടായതുകൊണ്ട് എനിക്ക് ബൈന്ദൂര് മുതൽക്ക് കൊല്ലൂര് വരെ നടക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും നടന്നിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും നടക്കും. ഈ കൊടജാദ്രിയുടെ പശ്ചാത്തലത്തിൽ നമ്മളവിടെ നടക്കുമ്പോൾ മനസ്സ് പഞ്ചഭൂതങ്ങളുമായിട്ട് ചേരുമ്പോൾ പല അനുഭവങ്ങളും അനുഭൂതികളും നമുക്ക് കിട്ടും. കാരണം നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിത. ആ പഞ്ചഭൂതങ്ങളിൽ സജീവമായിട്ട് ആകാശതത്വവും വായുതത്വവും ജലതത്വവും ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അനുഭവപ്പെടും. ഈ പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് എല്ലാവർക്കും അങ്ങോട്ടൊക്കെ പോകാൻ തോന്നണത്. പത്രവാർത്ത വായിച്ചിട്ടോ പരസ്യം കണ്ടുകൊണ്ടോ അല്ല നമ്മൾ പോണത്. ഭാരതത്തിലെ പല സ്ഥലങ്ങളും, ശൃംഗേരി, തിരുവണ്ണാമല, ചിദംബരം, ഇവിടേക്കൊക്കെ ആളുകൾ വരുന്നത് വരുവിൻ, കാണുവിൻ, രസിപ്പിൻ എന്ന് പരസ്യം കണ്ടിട്ടാണോ പോണത്? അവിടെ കാണാനും രസിക്കാനും ഒന്നുമില്ലല്ലോ, രസിക്കേണ്ട സ്ഥലമല്ലല്ലോ. അതല്ലാത്ത എന്തോ ഒരു അനുഭവം നമുക്ക് വരികയാണ്. കണ്ണുകൊണ്ട് കാണേണ്ട വലിയ കാഴ്ച ഇതൊന്നുമില്ല. ആ അനുഭവം ഏറ്റവും വലിയ അനുഭവമാണ് പ്രകൃതിയുമായിട്ട് ചേരുക. അങ്ങനെ ആ പുസ്തകത്തിന്റെ രചന കഴിഞ്ഞതിന് ശേഷം പലതവണ, എത്ര തവണ കൊടജാദ്രി പോയിട്ടുണ്ടെന്ന് പറയാൻ വയ്യ. പലവരുടെ കൂടി ഞാൻ കൊടജാദ്രിക്ക് പോയിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നവരുണ്ട്. ചിലവർ എന്നോട് പറയും നമുക്കൊരു ടീമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാമെന്ന്. കാലൊക്കെ മാറി, അതൊക്കെ നടന്നു പോയിരുന്ന കാലഘട്ടമാണ്. എൻ്റെ സഹോദരൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത
ഇപ്പൊ തൃശ്ശൂർ പൂങ്കുന്നത്ത് താമസിക്കുന്ന ജവഹർദാസ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തവണ കൊടജാദ്രിക്ക് പോയി. അന്നും ജീപ്പ് സൗകര്യം ഇല്ലാത്ത കാലത്താണ്. അതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണ്. പിന്നെ പതിവാടി യാത്രയിൽ വരികയും ജീവിതത്തിനെ സ്വാധീനിക്കുകയൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ജോലിക്കാരനായിരുന്ന ശങ്കരനാരായണ വാര്യർ, തിരുവാലി സ്വദേശി, ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്, കന്യാകുമാരി പോയിട്ട് പരിചയപ്പെടുത്തി തന്നത് അദ്ദേഹമാണ്. ഞാനും വാര്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. സൗവർണിക തീർത്ഥം ഞങ്ങൾ ഒരുമിച്ച് വന്നതും വാര്യരിപ്പോൾ സന്യാസം സ്വീകരിച്ച് ഹരിഹരാനന്ദ സരസ്വതി എന്ന് പറഞ്ഞിട്ട് സമ്പോധ് ഫൗണ്ടേഷനിൽ ഇപ്പോൾ സന്യാസി. സമ്പോധ് ഫൗണ്ടേഷനായിട്ട് വളരെ അടുപ്പമുണ്ട്. അവിടുത്തെ സ്വാമിമാരായിട്ട് എപ്പോഴും നല്ല കണക്ഷൻ ഉണ്ട്. അധ്യാത്മാനന്ദ സരസ്വതി ഞാനായിട്ട് വലിയ ക്ലോസ് ആണ് എന്ന് തന്നെ പറയാം. ഈ കൊടജാദ്രിയിലേക്ക് പോകുമ്പോൾ കൊടജാദ്രിയിൽ ശിവരാത്രി ദിവസം പോകുന്നത് നല്ലതാണ്. അവിടെ ഉത്സവമായിട്ട് ശിവരാത്രി ദിവസം ആഘോഷിക്കുന്നുണ്ട്. അന്ന് ഈ ചിത്രമൂലയിൽ ഇരിക്കുന്ന കുറേ സിദ്ധന്മാർ ഉണ്ടായിരുന്നു. ആ ചിത്രമൂലയിൽ ഇരിക്കുന്ന എല്ലാവരുമായിട്ടും നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. ഏറെക്കാലം ചിത്രമൂലയിൽ ഇരുന്നാണ് മാധവി അമ്മ എന്ന അമ്മ. അവരെ എന്തോ അർജന്റ് കാര്യത്തിന് അവർക്ക് ജന്മനാട്ടിൽ വന്നപ്പോൾ, നരിക്കുനിയാണെന്നാണ് എൻ്റെ ഓർമ്മ, അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വീട്ടിൽ പോയി കാണാൻ കാരണം കുറച്ച് കൂടുതൽ നേരം സംസാരിക്കാൻ ആണ് പോയത്. സീരിയൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂരി എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു. കൊടജാദ്രിയെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ അമ്മയ്ക്ക് പറയാൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ ഏതോ ഒരു പുസ്തകത്തിൽ, എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ പുസ്തകരൂപത്തിൽ വന്നുകൊണ്ട് മാധവി അമ്മ കെയർ ഓഫ് ചിത്രമൂല എന്നൊക്കെയാണ് അതിൻ്റെ തലക്കെട്ട് തോന്നുന്നുണ്ട്. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം അമ്മയ്ക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു വാർദ്ധക്യം വന്നുകൊണ്ട് മൂകാംബി തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരിടത്താണ് മാധവി അമ്മ താമസിക്കുന്നത്. മോക്ഷ ചാനലിൻ്റെ മോചിത മാധവി അമ്മയെ കുറിച്ച് കണ്ട് ഒരു അഭിമുഖം നടത്തിയിരുന്നു. അത്തരം ആളുകളായിട്ട് സംസാരിക്കുമ്പോഴുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ, പുസ്തകത്തിലില്ലാത്ത കാര്യമാണ് ഇവർ പറയുക. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന മുഴുവൻ പുസ്തകത്തിലുള്ളതാണ്. പുസ്തകത്തിലുള്ളത് നമുക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടും, നെറ്റിലടിച്ചാൽ കിട്ടും. പക്ഷെ ഏത് ഇന്റർനെറ്റും പരാജയപ്പെട്ടു പോകുന്ന വിജ്ഞാനങ്ങൾ പ്രകൃതിയിലുണ്ട്. അവർക്ക് ഇതൊക്കെ കിട്ടുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. യാതൊരു സിദ്ധിയുമില്ലാതെ സിദ്ധി അഭിനയിച്ച് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. സംശയിക്കേണ്ട, അത് 95% അങ്ങനെയായിരിക്കും. പക്ഷെ 5% അങ്ങനെയല്ല. അതിന് ആ 5%-നെ കണ്ടെത്തണമെങ്കിൽ ഈ 95 പേരിൽ തരേണ്ടി വരും. സിദ്ധികളെ പറ്റി വളരെ പ്രസംഗിക്കുന്ന ഒരാളെ സൗവർണിക തീരത്ത് വെച്ച് കണ്ട കാര്യം നമ്മുടെ ഹരിഹരാനന്ദ സ്വാമി, പണ്ട് അദ്ദേഹം എൻ്റെ സുഹൃത്തായ ശങ്കരനാരായണ വാര്യരായിട്ട് തിരുവാലി വാര്യരായിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ സിദ്ധികളുണ്ട് എന്ന് ഒരു ബ്ലേഡ് കൈ കൊടുത്ത് മേല് മുഴുവൻ മുറിച്ചോളൂ, ഞാൻ ഇപ്പം തന്നെ മാറ്റിത്തരാം, ഉണക്കിത്തരാൻ, അത്ര വലിയ സിദ്ധിയാണ്. പക്ഷേ ശങ്കരനാരായണ വാര്യർ അതിൽ വീണില്ല, ബ്ലേഡ് വാങ്ങിയില്ല. താങ്കൾക്ക് അത്ര വലിയ സിദ്ധി ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. വാര്യർ കുളിക്കാറിറങ്ങി സൗവർണികയിൽ.
കൂടെ കുളിക്കണില്ലേന്ന് ചോദിച്ചു. ഇല്ലാന്നു. അത് എന്താന്ന് ചോദിച്ചു. അല്ല, കാലിലൊരു വ്രണുണ്ട്, അതിൽ മീൻ കൊത്തും. എങ്ങനെയുണ്ട്? കാലിലൊരു വ്രണുണ്ട്, അതിൽ മീൻ കൊത്തും, അവിടെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന പറഞ്ഞ ആളെ വിശ്വസിച്ച് ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ മുറിവ് ഉണ്ടാക്കിയാൽ മുറിവ് ഉണക്കി തരാൻ പറ്റുമോ? സംഘാടനവാരർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. ഞങ്ങൾ സൗവർണിക തീരത്ത് വെച്ച് തന്നെ ഇത് പറഞ്ഞിട്ട് ഇരിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ ശങ്കരാശ്രമത്തിലും കയറി. ശങ്കരാശ്രമത്തിലെ സ്വാമി കാലം കൊണ്ട് അദ്ദേഹത്തിന് ജരാനരകൾ വരികയും അസുഖങ്ങൾ വരികയും താരതമ്യേന കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം അന്ത്യകാലത്ത് ചെലവിട്ടത്. എന്നാൽ ഇപ്പോഴാകട്ടെ കാലം മാറിയോടുകൂടിയിട്ട് ഇതൊന്നും ഒരു അത്ഭുതമല്ല. പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇഷ്ടം പോലെ ജീപ്പ് പോവും. പരിസ്ഥിതി സംരക്ഷണം വേണ്ടുന്നത്ര നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു വിവാദ വിഷയമാണ്. കാരണം മരങ്ങൾ വളർത്തുകയും വേണം, മുറിക്കുകയും വേണം, രണ്ടും വേണമല്ലോ. എല്ലാ മരങ്ങളും അതേമാതിരി നിർത്തിയാൽ നമുക്ക് ഇവിടെ എവിടേക്കും പോകാൻ പറ്റില്ല. നമുക്കൊന്നും സ്ഥാപിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ പശ്ചാത്തലം സംരക്ഷിക്കും വേണം. ചില സമയത്ത് കുറച്ച് മരം മുറിക്കലും ഒക്കെ നമുക്ക് വേണ്ടി വരാം. എന്നിരുന്നാലും പ്രകൃതിയെ സംരക്ഷിക്കണ ഒരു ചിന്ത നമുക്കുണ്ടാകണമെന്നും മൂകാംബിയെ പറ്റിയുള്ള ബാക്കി അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.